ഹലോ, ചെസ് നമ്പർ 1, 2, 3ക്ക് ശേഷം ചെസ് നമ്പർ 3 ഞാൻ കയറിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കട്ടാണ്, കൂട്ടത്തിലൊരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കണം കേട്ടോ. താരം തലയിൽ കയറി താമസാക്കിയിട്ടേ നാള് കുറേ ആയി. ഇനിയെങ്കിലും അവരടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ പോകെ ഞാൻ മുട്ടയായി തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഹെയർ കട്ടിങ്ങിന് ഞാൻ ഇരുന്നു കേട്ടോ. ഒരു ബയ്യാണ് കേട്ടോ എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തന്നെ. അങ്ങനെ ഹെയർ കട്ട് ഞാൻ ലെയർ കട്ട് ചൂസ് ചെയ്തു. ആദ്യം ഒരു ഹെയർ കട്ട് ചെയ്യുക കേട്ടോ, അതിൻ്റെ ശേഷമാണ് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുള്ളൂ. അങ്ങനെ ഇതാ മുടിയൊക്കെ നല്ല അടിപൊളിയാക്കി കട്ട് ചെയ്ത് തന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി മുടി കട്ട് ചെയ്തത്. പിന്നെ ഈ കുട്ടി വന്നിട്ട് മുടി സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് മുടിയിൽ ക്രീം അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ശേഷം നല്ലൊരു അടിപൊളി മസാജ് ചെയ്ത് തന്നെ. എൻ്റെ പൊന്നെ, അവിടെ ഇരുന്നിട്ട് എനിക്ക് ഉറക്കം വന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ശേഷം തല ഹീറ്റ് ചെയ്തു അവർ. ഇവൻ എന്താ അമ്മേനെ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണത് കാണുന്നത്. ഞാനും അധികം പാർലറിലൊന്നും പോയിട്ട് ഹെയറിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. ഇത് പിന്നെ താരം സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് എന്നാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്ന് വിചാരിച്ച് പോയത്. ഈ സ്റ്റീം ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. എപ്പോൾ ആവി ഇങ്ങനെ മുഖത്തടിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ശ്വാസം എടുക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരത് ക്ലിയർ ചെയ്ത് തന്നു കേട്ടോ. ആകെ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഗേൾസ് ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, അവരിങ്ങനെ മുടി ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തരുന്നു. പക്ഷേ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത കാരണം എനിക്കതൊന്നും ചെയ്തു തന്നില്ല കേട്ടോ. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഹെയറിൽ ഹെയർ ടൂൾ യൂസ് ചെയ്യില്ലായിരുന്നു. അത് മുടിക്ക് ഡാമേജ് അത്ര. അങ്ങനെ ഒരു സിറം ഓയിലും അപ്ലൈ ചെയ്ത് ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. സ്റ്റുഡിയോ 7 പോയത്. അപ്പോൾ ഓക്കെ, ബൈ.